തിരികെ വാർത്തയിലേക്ക്. ചികിത്സയ്ക്ക് പണം കിട്ടാതെ മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാരൻ മരിച്ചു. പാലക്കാട് പള്ളിക്കുറിപ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രനാണ് വൃക്കരോഗത്തെ തുടർന്ന് മരിച്ചത്. മലബാർ ദേവസ്വം ബോർഡിൽ നിന്നും 4 ലക്ഷം രൂപയിലേറെ ശമ്പള കുടിശ്ശിക ചന്ദ്രന് ലഭിക്കാനുണ്ടായിരുന്നു. എന്നാൽ വരുമാനമുള്ള ക്ഷേത്രങ്ങൾ ജീവനക്കാർക്ക് സ്വയം ശമ്പളം കണ്ടെത്തണമെന്ന് മലബാർ ദേവസ്വം ബോർഡ്. ഇന്നലെയാണ് മണ്ണാർക്കാട് പള്ളിക്കുറുപ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന ചന്ദ്രൻ വൃക്കരോഗത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ മരിച്ചത്. 1996 ജോലിയിൽ പ്രവേശിച്ച ചന്ദ്രന് 2010-15 കാലയളവിൽ 3 ലക്ഷം രൂപയും 2024 1,4 ലക്ഷം രൂപയും ഉൾപ്പെടെ 4,4 ലക്ഷം രൂപ ശമ്പള കുടിശ്ശിക ലഭിക്കാനുണ്ടായിരുന്നു. ഇതിനായി പലതവണ ദേവസ്വം ബോർഡിനെ ബന്ധപ്പെട്ടുവെങ്കിലും ഫലമുണ്ടായില്ല. അതിനിടെയാണ് ചികിത്സയ്ക്ക് പോലും പണമില്ലാതെ ചന്ദ്രൻ മരണത്തിന് കീഴടങ്ങിയത്. നമ്മൾ മലബാർ ദേവസ്വം ബോർഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 96 മുതൽ കയറിയതാണ് ആൾ. എന്നിട്ടും ഒരു ഇനി ബാക്കി പൈസ കിട്ടാനുള്ളത് 2010-15 വരെയുള്ള ഒരു 3 ലക്ഷം രൂപയും ബാക്കി 14 ജനുവരി മുതൽ നവംബർ വരെ ഒരു 1,4 ലക്ഷം രൂപയും കിട്ടാണ്ട്. ഇതിനു വേണ്ടി നമ്മൾ അധികാരിയുടെ മുന്നിൽ കുറേ വട്ടം വന്നാണ്, കോടതിയും അതിൻ്റെ മുന്നിൽ കുറേ സമർപ്പിച്ചാണ്. അതിനൊന്നും ഒരു റെസ്പോണ്ട് നമുക്ക് തന്നിട്ടില്ല ഇതുവരെയായിട്ട്. ഇത്രയും നമ്മൾ അത്രയും ദയനീയ അവസ്ഥയും കാര്യങ്ങളും അവനെ അറിയിച്ചാണ്. ഇങ്ങനെയൊക്കെ അസുഖങ്ങളാണ്, ഇത് കനിയണം എന്നൊക്കെ. കാരണം ഇതിന് അവരെ പോയിട്ട് നമ്മൾ എത്രയും പറയുക, നമ്മുടെ അവകാശമായത് കൊണ്ടാണ് പറഞ്ഞത്. അല്ലാണ്ട് അവരെ പോയിട്ട് നമ്മൾ എതിർക്കേ അവിടെ ഒന്നും ചെയ്യല്ല. നമ്മുടെ അവകാശം നമ്മൾ ചോദിച്ചു വാങ്ങും അത്ര. ഇത് പറഞ്ഞിട്ട് പോലും അവർ ഒരു ദയാദാക്ഷിണ്യം നമ്മളടുത്തായിട്ട് കാണിച്ചിട്ടില്ല. നമുക്ക് ആ പൈസ കിട്ടിയിരുന്നുണ്ടെങ്കിൽ നമുക്ക് അച്ഛൻ്റെ ജീവൻ ഒന്നും കൂടി എനിക്ക് തോന്നണു മുന്നോട്ടുകൊണ്ടുപോകാൻ പറ്റുന്ന തോന്നിയിരുന്നത്. അവർക്ക് അതിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാകത്തോണ്ട് ഇത് കിട്ടിയെങ്കിൽ ഉറപ്പായിട്ട് അച്ഛൻ കുറച്ചവിടെ ഞങ്ങളപ്പം കൂടെ ഉണ്ടായേനെ. ദേവസ്വം ബോർഡിന്റെ അനാസ്ഥ ഒന്നുകൊണ്ട് മാത്രമാണ് ചന്ദ്രന് ജീവൻ നഷ്ടമായതെന്ന് നാട്ടുകാർ ആരോപിച്ചു. മലബാർ ദേവസ്വം ബോർഡിന് നല്ല അനാസ്ഥയുണ്ട്. ഇവന് മാത്രമല്ല, ആ അമ്പലത്തിലെ എല്ലാ സ്റ്റാഫുകൾക്കും ഒരുപാട് ആരിയേഴ്സിൻ്റെ പൈസ കിട്ടാറുണ്ട്. അതുവരെ കൊടുത്തിട്ടില്ല. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ മരിക്കില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ചികിത്സയ്ക്ക് പൈസ ഇല്ലാതെ ഒക്കെ ഓരോ ബുദ്ധിമുട്ടുകൾ വന്നിട്ട് അതൊരു മലബാർ ദേവസ്വത്തിൻ്റെ ബോർഡിൽ നിന്ന് നല്ല അനാസ്ഥയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്നും അവർ വേണ്ടമാതിരിയുള്ള സഹായം ഇനിയെങ്കിലും ഇവർക്ക് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേസമയം ശമ്പള കുടിശ്ശികയിൽ ദേവസ്വം ബോർഡിന് പങ്കില്ലെന്നും വരുമാനമുള്ള ക്ഷേത്രങ്ങൾ ജീവനക്കാർക്ക് സ്വയം ശമ്പളം കണ്ടെത്തണമെന്നും മലബാർ ദേവസ്വം ബോർഡ് അധികൃതർ പറഞ്ഞു. ഇതേ ക്ഷേത്രത്തിലെ തന്നെ കഴകത്തിനും ലക്ഷങ്ങൾ ശമ്പള കുടിശ്ശിക ലഭിക്കാനുണ്ട്. ഭിന്നശേഷിക്കാരനായ മകൻ്റെ ശസ്ത്രക്രിയയ്ക്ക് പോലും പണമില്ലാതെ ദുരിതമനുഭവിക്കുകയാണ് കഴകവും. ജനം, പാലക്കാട്.